ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഗേൾസ് ഓൺലി ട്രിപ്പ് പോവുകയാണ്. നമ്മളെവിടെ പോകുന്നത്? പക്ഷെ ഞങ്ങൾ ജിസാക്കിലോട്ടൊന്നും പോകുന്നില്ല. ജിസാക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. ഞങ്ങൾ പോകാൻ പോകുന്നത് ജമീൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. നമുക്ക് നോക്കാം. കഴിച്ച ഈ സ്ഥലത്തെ പറ്റി എങ്ങനെ വേറെ അധികമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു 4 മണിക്ക് ബസ്സിന് കയറും. അവിടെ ഒരു 7 മണിക്ക് എത്തും. പിന്നെ അവിടെ ഒരു നൈറ്റ് സ്റ്റേ. പിന്നീട് രാവിലെ ഫുൾ അവിടെ കറങ്ങി അതിൻ്റെ അടുത്ത ദിവസം തിരിച്ചു വരാനാണ് പ്ലാൻ. ചിലപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്യും, നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഗേൾസ് മാത്രമായിട്ട് പോകുന്നത്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ എന്തോരം സേഫാണെന്നും എല്ലാം അറിയാൻ കൂടെ പറ്റും. സോ ലെറ്റ്സ് സീ. ഞങ്ങളങ്ങനെ ബസ് കയറി ഇരിക്കുകയാണ്. ഇവിടുന്ന് 116 കയറി നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. എന്താണ് പറയാനുള്ളത് ഈ ട്രിപ്പിനെ പറ്റി? യാത്ര വളരെ മനുഷ്യമായ യാത്രയാണ്. ലോട്ട്സ് ഓഫ് സർപ്രൈസസ്. ഞങ്ങളുടെ ഫസ്റ്റ് ഗേൾസിൻ്റെ ട്രിപ്പാണ്. അതിവിടെ വന്ന് കെട്ടുപൊട്ടറിയാതെ പോകും. ഈശ്വരാ, നമുക്കൊന്നും അറിയത്തില്ല. നമ്മളങ്ങ് പോവുക. പോയിട്ട് ഇനി നമുക്ക് കാണാൻ എന്താവുമെന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ നിന്നല്ല ഞങ്ങൾക്കുള്ള ബസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ സൈഡിലായിട്ട് വേറൊരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ളൊരു ബസ് നമുക്ക് ക്യാച്ച് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തന്നെ. ഇവിടെ ഓരോ പ്ലേസസിൻ്റെ നെയിംസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ട പ്ലേസ് ഇവിടെ ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു ഹെൽപ്പ് നോക്കാനായിട്ട് വന്നതാണ്. നോക്കട്ടെ. ഗൈസ്, ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാണ്. അതിൽ ഇവിടുത്തെ എത്രയെന്ന് കാണിക്കുന്നത്? പെർ പേഴ്സൺ 47,000. പെർ പേഴ്സൺ 47,000. നമുക്ക് ഇത്രയാണ് ആയിരിക്കുന്നത് ഞങ്ങൾക്ക് 3 പേർ കൂടെ. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തൂടെ താഴെ കൂടെ പോകണം. അതിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തണം. അവിടെയാണ് നമ്മുടെ ബസ്. ഓക്കെ, ലെറ്റ്സ് സീ. ഗൈസ്, ഇവിടെ നല്ല മഞ്ഞുമഴ വീഴുന്നുണ്ട്. വെതർ നോക്കി ഇറങ്ങിയത് തെറ്റിയോ എന്നൊരു ഡൗട്ട്. ഇന്നലെ വരെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്ന് ദാണ്ട മഴ തുടങ്ങി. ഇതാണ് മെട്രോയിലേക്കുള്ള റൂട്ട്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ആളൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് സ്മെല്ലുണ്ട്. പക്ഷെ കാണാൻ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്. ഞങ്ങൾ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പായിരുന്നു. ഒരു 1 ഡേ കൊണ്ട് ഞങ്ങൾ വന്നു. ഇന്നലെ വന്നു, ഇവിടെ വന്ന് കാര്യങ്ങൾ തിരക്കി വേഗം ചാടി ഇറങ്ങി പോകുന്നതാണ്. ഇനി അവിടെ ചെന്നിട്ട് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ നോക്കട്ടെ. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ, അതുപോലെ ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബസ്സുകാരനെയും ബസ്സിനെയൊക്കെ കാണാം. ഇന്നലെ വന്ന് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിനെ പോലെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കും. പിന്നെ നമ്മൾ സെലിബ്രിറ്റീസ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ ബസ്സിനകത്ത് കയറി. പക്ഷെ 4 മണിക്ക് ഇത് വിടത്തുള്ളൂ. പക്ഷെ അധികം ആൾക്കാരൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഈ ഒരു അമ്മൂമ്മയുടെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. നാളെ അവിടുന്ന് അവരുടെ മകനൊരു ഡ്രൈവറാന്ന് പറയുന്നത്. അവർ ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു നിഗമനം. ബാക്കി ഇനി അവിടെ പോയിട്ട് അറിയാം എന്താ ഇങ്ങനെയാന്നൊക്കെ. Oke, kasih bu, Mister. Ah, mana naik TWS?
ഇതാണിപ്പോൾ ഞങ്ങൾ വന്ന വീട്. ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഗൈസ്. Давай, О май гад. Давайте сумку положите туда. Положите сумки. Давайте сядем. Этот куртку тоже. Давайте. Давайте. Сядьте. Utrine. Ano tipadan ano çıksın bulakanda mobina. Nos siyan buturgan. Yaşlılar mı ya? Да. Давайте. Ой, Марita очень холодно. ഗൈസ് ഇതാണ് അപ്പം ഇവിടെ ഈ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇങ്ങനെയാണ് ഇവര് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നവരുടെ വീട്ടിലോട്ട്. ആൻഡ് ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. Слам. Она Джона, ассалам алейкум. Привет. ഫേമസ് ആയിട്ടുള്ള നട്ട്സ്, മിഠായി, അവിടുത്തെ സാലഡ്, സൂപ്പ്, അതിനൊക്കെ ഞങ്ങൾ തീർത്തു. ആർച്ച എന്ത് പറയുന്നു? ഇതാണ് ഗൈസ് വയറ് നിറയെ സീറോ വി കെയിം വിത്ത് സീറോ എക്സ്പെക്ടേഷൻസ്. എക്സ്പെക്ടേഷൻ മാത്രമല്ല ബ്രോ, ഇനി അതെല്ലാം മുറിച്ചുകൊണ്ട് തരാൻ പോകണം. ഷെരീഫ് ട്രിപ്പ് കഴിഞ്ഞുള്ള അതിൻ്റെ പുറകെയാണ് ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത്. ഇതാണ് ഇവിടുത്തെ ചേച്ചി നടത്തുന്ന കിൻഡർ ഗാർഡൻ. ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സ്മോൾ കിൻഡർ ഗാർഡൻ ആണിത്. നല്ല രസമുണ്ടല്ലേ? Там спальня. Давай. അതിൻ്റെ അകത്ത് ബെഡ്റൂം ഉണ്ടല്ലേ. ഓ നൈസ് കേട്ടോ. ഇതൊന്നും നമ്മുടെ അവിടെ ഇല്ല. നമ്മുടെ അവിടെ എല്ലാം പായൽ കിടത്തി ഉറക്കണ സെറ്റപ്പ്. ഇവിടെ നോക്ക്, കുഞ്ഞുങ്ങൾക്ക് ഡബിൾ ഡെക്കർ ബെഡ്. രസമുണ്ടല്ലേ കളിക്കാൻ. ടെഡി ബിയർ, സോ നൈസ്. Ito mo yung mobile photo. Everything yours also? ഇൻ ഇന്ത്യ പായ പിടിച്ച കിടത്തുന്നതിന് എങ്ങനെ പറയാ? ഇന്ത്യയിൽ നമ്മൾ പായ പിടിച്ച കിടക്കുന്നത്. А там вот. Телефон гамма. Mana? ഏതാ ഓഷോനാ? ഓ И что у них это? Здесь вот TV. ഓ ടി വി. ഓ ഇവിടുത്തെ പിള്ളേർക്ക് ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. നൈസ് അല്ലേ? വീട്ടിലും കാണും, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയൊന്നും കാണാൻ വഴിയില്ല. പക്ഷെ ഇവിടെ എല്ലാ വീട്ടിലും ഇതൊരു മസ്റ്റ് അല്ലേ ബ്രോ? അൽമാസിലും ഇതേപോലെ ഉണ്ട്. ഇത് അവരുടെ നാഷണൽ കോസ്റ്റ്യൂം പോലെ എല്ലാം ഇട്ടിട്ട് പുറമേ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഐസൊലേറ്റഡ് ഏരിയ, ജനവാസമില്ല അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇവരുടെ ഓരോ വലിയ വലിയ മതിലിൻ്റെ അകത്തും ദർ ആർ സോ മെനി കളർഫുൾ തിങ്സ്. നോക്ക്, ഈ ഒരു കിൻഡർ ഗാർഡൻ എന്ത് ഭംഗിയാ നോക്കി. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബെഡാണ് കേട്ടോ. നോക്ക്, സീൻ സാധനം ഇതെല്ലാം. ഇത് പിസ്ത. അയ്യോ കണ്ടിട്ടില്ല. ഇത് ബദാം. ഇത് ബദാമിനും ഉണ്ടായ മിക്സ്ചർ. അതെ, യാ എക്സാക്ട്ലി. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റൂം, ഞങ്ങൾ 3 നേരം കിടക്കുന്ന സ്ഥലം. Oh my god, girls. ഇങ്ങനെയാന്ന് ഒട്ടും വിചാരിച്ചില്ല. അതെ, the only conclusion. ശരിക്കും പേടിച്ചിറങ്ങിയത് ഇവിടെ ബസ് വന്നിറങ്ങിയപ്പോ എങ്ങോട്ട് പോകുമെന്നറിയത്. പക്ഷെ whatever happens for a reason. Yes, we have to trust the process. Yeah. ഞങ്ങളുടെ ഡേ 1 അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ അമ്മൂമ്മയെ മീറ്റ് ചെയ്യുന്നോ അവരുടെ വീട്ടിൽ വരുമെന്നോ ഒന്നും. ബട്ട് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ആ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഈ അമ്മൂമ്മയെ കാണാനും പറ്റി, ഇവിടെ വരാനും പറ്റി. സോ ദിസ് ഡേ ഈസ് ഗോയിങ് ടു എൻഡ്. ഗൈസ് ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.